എന്തിന് LDF അധികാരത്തിൽ വരണം എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇവിടെ 2016 അനുഭവം നമ്മൾ ഓർക്കണം. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. നമ്മുടെ നാട് അനുഭവിച്ച തകർച്ച, എല്ലാ മേഖലയും പിന്നോട്ട് പോയ കാലം. അങ്ങനൊരു കാലത്ത് ഇനി ഇത് ആർക്കും നന്നാക്കാനാകില്ല, എന്റെ നാട് ഇങ്ങനെയായിപ്പോയി, ആര് വിചാരിച്ചാലും നന്നാകില്ല എന്ന് ചിന്തിച്ച നാട്ടുകാര്. ആ ഘട്ടത്തിലാണ് LDF കൃത്യമായ പരിപാടി മുന്നോട്ട് വെക്കുന്നത്. ആ പരിപാടിയെ ജനങ്ങൾ പിന്താങ്ങി. അതിന്റെ ഭാഗമായാണ് LDFനെ അന്ന് ജനങ്ങൾ അധികാരത്തിലേറ്റുന്നത്. ജനങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ചുള്ള പ്രവർത്തനം LDF ഗവൺമെന്റ് കാഴ്ചവെച്ചപ്പോ വലിയ തോതിൽ നാടിന്റെ നിരാശ മാറി. നല്ല പ്രത്യാശയിലേക്ക് ആളുകൾ വന്നു. നടക്കില്ല, ഒരു കാലത്തും ഇവിടെ വരില്ല എന്ന് കണക്കാക്കിയ ഒട്ടേറെ പദ്ധതികൾ ഒന്നൊന്നായി നടപ്പാകുന്നത് കേരളം കണ്ടു. അതേപോലെ തന്നെ പുതിയ പദ്ധതികൾ നടപ്പാക്കുന്നതായി കണ്ടു. എന്തായിരുന്നു നമ്മുടെ പ്രശ്നം? നമുക്ക് പദ്ധതികൾ നാടാഗ്രഹിക്കുന്ന തരത്തിൽ ഏറ്റെടുക്കാൻ ആവശ്യമായ പണമുണ്ടായിരുന്നില്ല. നടപ്പാക്കാൻ തീരുമാനിച്ചാൽ തന്നെ പണമില്ല. അപ്പോ LDF സർക്കാർ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു. എങ്ങനെ പണം കണ്ടെത്തും? അതിനായി പുതിയ ധനസ്രോതസ് വേണം. അതിന്റെ ഭാഗമായാണ് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്.